ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. കാരണം ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ആളെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഈ കേരളക്കാരെ എല്ലാം എല്ലാവരും തന്നെ മിക്കവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലെങ്കിലും നിങ്ങൾ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര മനോഹരമാണ്. ഇവിടെ കേരളത്തിൽ നടക്കുന്നതിൽ ഏറ്റവും വലിയൊരു സംഭവമാണെന്ന് തന്നെ പറയാം ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയം. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, തൃക്കാക്കരയുടെ മണ്ണിലാണ് ഞാൻ ജനിച്ചത്. അതിലും സന്തോഷമുണ്ട്. ഇതൊക്കെ നമുക്ക് കാരണം കാണാൻ പറ്റി. അല്ലെങ്കിൽ ഓണത്തിൻ്റെ മെയിൻ സ്ഥലമാണ് തൃക്കാക്കര. അപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റി. ഈ ചേട്ടനാ ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോണ ചേട്ടനാ. കഴിഞ്ഞ കൊല്ലം ഞാൻ നമ്പർ കുറേ പേരോട് ചോദിച്ചെങ്കിലും എനിക്ക് നമ്പർ കിട്ടിയില്ല. ഇന്ന് എൻ്റെ മുമ്പിൽ വന്ന് പെട്ടപ്പോൾ ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞ, പോലീസുകാരുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ ഞാൻ നമ്പർ ഒന്ന് മേടിച്ചോട്ടെ, ആവശ്യമുണ്ടെന്ന് നമ്പർ മേടിച്ചാണ്. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്താൻ കൂടുതൽ പറയണില്ല. ചേട്ടാ ഒന്ന് പേര് പറഞ്ഞാൽ നമ്മുടെ കാണികൾക്ക് വേണ്ടി. എൻ്റെ പേര് ഷാനവാസ്. ഒരു മിനിറ്റ് ഉണ്ട്, ഞാൻ ചേട്ടനെ കാണിക്കാം. അതല്ല ഇതിൻ്റെ മര്യാദ. മൈക്ക് ഞാൻ വെറുതെ കയ്യിലൊരു ഓളത്തിന് കൊടുത്താണ്ട. കാരണം ആളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് വർഷങ്ങളായിട്ട് അനൗൺസ് ചെയ്യണത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേൾക്കാതെ നിങ്ങൾ എന്തായാലും അത്തച്ചമയം പങ്കെടുക്കാൻ പറ്റില്ല. ചേട്ടാ എവിടെയാണ് സ്ഥലം? തൃപ്പൂണിത്തുറയിൽ എവിടെയായിട്ടാണ്? മാർക്കറ്റ് റോഡ്. നമ്മുടെ കാണികൾക്കും കൂടി അറിയാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് ചോദിക്കണത്, തെറ്റിദ്ധരിക്കരുത്, എനിക്കറിയാം. പിന്നെ എത്ര കൊല്ലമായി നമ്മുടെ ഈ അത്തച്ചമയത്തിൽ ഈ അനൗൺസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 49 കൊല്ലം അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റിന് പോകാറുണ്ടോ? അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. അമ്പലത്തിലെ പരസ്യങ്ങള്, പള്ളിയിലെ അനൗൺസ്മെന്റ്. അതല്ലേ, മെയിൻ ആയിട്ട് നമുക്ക് അതാണ് അനൗൺസ്മെന്റ് ആണ് മെയിൻ. ഓക്കെ. പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്. വണ്ടിയിൽ പോകണ്ട, ഞാൻ ഒരു പ്രൈവറ്റ് ബസ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ് എന്ന് പറയും, ഗംഗാ ട്രാവൽസിൽ പോകണം. അപ്പൊ ഈ ഇതായ ആഘോഷ പരിപാടി ആയിരുന്നു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞേ പോകുള്ളൂ. എന്തായാലും ഇത് മെയിൻ ആണല്ലോ നമ്മുടെ, അല്ലേ? മെയിൻ സംഭവം ഇതല്ലേ, വേറെ ഒന്നുമല്ലല്ലോ അതിന്റെ വലുത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് അനൗൺസ്മെന്റ്. അതെല്ലാവർക്കും അറിയാം. 49 അല്ല, അടുത്ത കൊല്ലം അപ്പൊ 50 ആവണേണ്. 50 ആവണ കൊല്ലം ഞാനിവിടെ ഉണ്ടാ, നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യണം. 2022 ഹരിശ്രീ അശോകന്റെ ഇന്ന് പൊന്നാട അണിയിച്ച് ഇവിടുന്ന് സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ നെയ്ബറാണ് ആള്. ഹരിശ്രീ അശോകനാണ് എനിക്ക്. അതെ അല്ലേ, പൊന്നാട അണിയിച്ച്. അടിപൊളി. അത്താഘോഷത്തിന്റെ കൺവീനർ എല്ലാവരും ഉണ്ടാവും. അതുപോലെ ചെയർപേഴ്സൺ രമാ സന്തോഷ്, വൈസ് ചെയർമാൻ KK പ്രദീപ് കുമാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, വൈഫ്, 2 മക്കൾ എന്ത് ചെയ്യണം? ഒരാള് ഗ്രാഫിക് ഡിസൈൻ, ഒരാള് ഈ കളമശ്ശേരി നെസ്റ്റില്. പേരെന്താണ് രണ്ടുപേരും? ഒരാളുടെ പേര് വിഷ്ണു ഷാനവാസ്, രണ്ടാമത്തെ സജിത്ത്. വൈഫിന്റെ പേര് ബീന. കാരണം ചേട്ടന് മാത്രം പ്രൊമോഷൻ കൊടുത്തെന്ന് പറയരുതല്ലോ ഇനി വീട്ടിൽ ചെല്ലുമ്പോ. അതിനു വേണ്ടിയാ. പിന്നെ വേറെന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത്? ഈ ഇതിപ്പോ 49 കൊല്ലം എന്ന് പറഞ്ഞല്ല, അന്ന് ഇന്നും എന്തെങ്കിലും വ്യത്യസ്തത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അത്താഘോഷത്തിന്റെ അനൗൺസ്മെന്റ് ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ ഞാൻ തന്നെ ചെയ്യാം. വേറെ ആരും വരാം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഉണ്ടായില്ല. എന്നുവെച്ചാൽ എനിക്കൊന്ന് സുഖയിലായിരുന്നു. ഞാൻ ഒരു അസുഖമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തേക്കുന്നു. അപ്പൊ എനിക്ക് അത്രം പിടിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യണ്ട, അത് കാരണം ഞാൻ വെറുതെ ഇരുന്ന് പോയി വണ്ടിയിൽ. വേറെ സ്നേഹിതനെ ഞാൻ ഏൽപ്പിച്ചു വിട്ടു. കുഴപ്പമില്ലാണ്ട് ചെയ്ത്. പക്ഷെ അവർക്ക് പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ആ സൗണ്ടും അത് തന്നെയല്ല, പൊഴുത്തല്ല. ഞാൻ ആ പറയുമ്പോഴത്തേക്ക് ഒരു ഗാംഭീര്യമാണ്. അത് ഈ അത്താഘോഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയാണ്. അപ്പൊ ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കണക്കാകും. അതായത് നമ്മുടെ കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണാഘോഷത്തിന് ഒരിക്കൽ കൂടി നന്ദി കുറിക്കുന്ന ചരിത്ര നഗരമാണ് തൃപ്പൂണിത്തുറ. ഞാനത് പറയിക്കാനിരിക്കണായിരുന്നു. 2 വാക്ക് വേറെ ഇതാണ് മെയിൻ. ഓക്കെ, ഒന്നും കൂടി പറയാമോ? അങ്ങോട്ട് ഞാനും കൂടി ഒന്ന് എൻജോയ് ചെയ്തോട്ടെ. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണാഘോഷത്തിന് ഒരിക്കൽ കൂടി നന്ദി കുറിക്കുന്ന ചരിത്ര നഗരമായ തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ അത്തൻ നഗറിൽ നിന്നും ഇന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്ത് അത്തൻ നഗറിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ അത്തം ഘോഷയാത്ര കരകാട്ടവും കുമ്മാട്ടിയും തെയ്യവും കോൽകളിയും മാർഗംകളിയും പുലിക്കളിയും ഒട്ടനവധി നിശ്ചല ദൃശ്യങ്ങളും അണിനിരത്തിക്കൊണ്ട് സാംസ്കാരിക പൈതൃക നഗരമായ സാംസ്കാരിക കേരളത്തിന്റെ ഈറ്റില്ലമായ ചരിത്ര നഗരമായ തൃപ്പൂണിത്തുറയിലൂടെ കടന്നു വരികയാണ്. പണ്ട് ചിമ്പിൽ അരയനും നെട്ടൂർ തങ്ങളും കരിങ്ങാച്ചിറ കത്തനാരും ഒത്തൊരുമിച്ച് സൗഹൃദം പൂണ്ട മാനവീകത, ആ മാനവികതയുടെ സന്ദേശം ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഓണാഘോഷം. ഈ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്ര കടന്നു വരിക. അടിപൊളി അടിപൊളി. നല്ല ഏറ് പിടിച്ചിട്ടാണ് പറയണത് അല്ലേ? ഒറ്റ ശ്വാസത്തിലാണ്. അടിപൊളി. അത് എത്ര മിനിറ്റിൻ്റെയാണ് അപ്പം ഇതിപ്പോ? ഏകദേശം ഒരു 10 മിനിറ്റ് പിടിക്കും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. എന്നുവെച്ചാൽ അത്രയും നമ്മുടെ വോയിസ് ഇങ്ങനെ പിടിച്ചെങ്കിൽ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല ഈ മറ്റേ നമ്മുടെ ചതയത്തിന്
ഞാനാ ചെയ്യാറ്. അല്ലേ? അത് ഇപ്പൊ കുറെ ആളായിട്ടില്ല. ചതയത്തിന് ഞാൻ തന്നെ ഈ തൃപ്പൂണിത്തുറയിലെ യൂണിയന്റെ പരിപാടിയും നമുക്ക് തന്നെ. അപ്പൊ അങ്ങനെ ചതയത്തിന്റെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ കാര്യമുണ്ട്. അതായത് ക്രിസ്തുവർഷം 1855, മലയാള വർഷം 1031 ഓഗസ്റ്റ് 28 ചിങ്ങം 14 ചെമ്പഴന്തിയിലെ ചെമ്മണ്ണിൽ പിറവിയെടുത്ത് വർക്കലയിലെ ശിവഗിരിക്കുന്നിൽ സമാധി കൊള്ളുന്ന ലോകത്തിന്റെ നന്മയ്ക്കായി ഭൂമിയിൽ അവതാരത്തിന്റെ ജന്മമെടുത്ത യുഗപുരുഷനായ ശ്രീ നാരായണ ഗുരുദേവന്റെ ചതയദിന ഘോഷയാത്ര കടന്നു വരികയാണ്. അടിപൊളി അടിപൊളി. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് നമുക്കൊരു പ്രത്യേകത. പിന്നെ കഴിഞ്ഞ കൊല്ലാണ് ചേട്ടന് പാടില്ലാതെ വന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അല്ലേ, നമുക്ക് ഈ കൊല്ലം കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ വണ്ടിയിലാണ്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ ചെയ്യാത്തതെന്ന്. ഞാൻ പറയും അത് എപ്പോഴും എനിക്കൊരു ആശയം തോന്നിയത് ചേട്ടനൊക്കെ പോയി കഴിഞ്ഞ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ്. ഇന്ന് എന്റെ മനസ്സിൽ പോലും അത് ഉണ്ടായില്ല. പക്ഷെ എന്റെ മുമ്പിൽ ആ വണ്ടി വന്നപ്പോൾ അയ്യോ കഴിഞ്ഞ കൊല്ലം എടുക്കാൻ പറ്റിയില്ല, ഞാൻ നേരെ വട്ടം കയറിയത്. അതാണ് സാറിനോട് ചോദിച്ചിട്ട്. വേറെ എന്തെങ്കിലും നമ്മുടെ കാണികളോട് പറയാനുണ്ടോ ഈ അവസരത്തിൽ? അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു കലയാണ്. അതും ഒരു കലയാണ്. യെസ്, തീർച്ചയായിട്ടും മുന്നോട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും എന്നെ ആൾക്കാർ അതേ രൂപത്തിൽ തന്നെ കാണുന്നു, എന്നെ വിളിക്കുന്നു. കുറച്ച് പേരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താണ്ടല്ലോ, എനിക്ക് മോശമായി പോകും അല്ലേ? ഷാനവാസ് അതെ, നമ്മളെ ഇവിടെ ഇവരുടെ തൃപ്പൂണിത്തുറയിലുള്ള സാബു ലൈറ്റ് ആൻഡ് സൗണ്ട് കടയിലാണ്. ഇതാണ് ഇതിന്റെ മുതലാളി. ഓക്കെ, ഓൾ ഇൻ ഓൾ അല്ലേ? പേര് രണ്ടുപേരും ഓക്കെ. എല്ലാരും തൃപ്പൂണിത്തുറ തന്നെ? ഓക്കെ. ഇവരെയും കൂടി കാണിക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ മോശമല്ലേ? ഇവരെല്ലാരും കൂടി കൂടിയിട്ടാണല്ലോ ഈ പരിപാടികൾ നടത്തണം. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ചേട്ടാ എന്തായാലും വളരെ സന്തോഷം, നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എന്റെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റി. മറ്റുള്ളവരുടെ പേരിലും എന്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ കല അടിപൊളിയായിട്ട് ഇനിയും മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഓണം ആശംസകൾ. അടിപൊളി. അത് തന്നെ എന്റെ വകയും കൂടി, അത് മറന്നുപോയി. ഓക്കെ, മെയിൻ സംഭവം. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ. ഓക്കെ, എല്ലാവർക്കും ഓണം ആശംസകൾ നേരി. യെസ്.